അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ക്യാമറ നോക്കി ഒരു ഹായ് പറയാണേ. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കാണാം. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റു, കേർട്ടനൊക്കെ ഒന്ന് തുറന്നിടാം. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ കേർട്ടനൊക്കെ ഒന്ന് തുറന്ന് വെളിച്ചമൊക്കെ കാണിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ്. പിന്നെ ബെഡൊക്കെ ജസ്റ്റ് ഒന്ന് കുടഞ്ഞ് നമ്മൾ യൂസ് ചെയ്ത മാട്രസൊക്കെ ഒന്ന് മടക്കി വെച്ച് അങ്ങനെയൊക്കെയാണ് കേട്ടോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെയ്യുന്നത്. കെട്ടി വെച്ച മുടി പിന്നിട്ടാണ് കെട്ടി വെക്കുന്നത്, നമുക്ക് അഴിക്കാം. ഞാൻ രാവിലെ എഴുന്നേറ്റാല് ഏറ്റവും ആദ്യം ചെയ്യുന്നത് കണ്ടവിടെ എനിക്ക് ഡബിൾ ചില്ലുണ്ട്, അതിന്റെ മസാജ്, കുറച്ച് എക്സസൈസ് ആണ്, ഫേസ് യോഗയാണ് കേട്ടോ. നമുക്കത് ചെയ്യാം. നമുക്കിനി പല്ല് കഴിക്കാം, ഫേസ് കഴുകാം. ഹായ്, എന്താണ് ചില്ലിനെ കാണാൻ വന്നേണ പൊന്നി? ചില്ലിനെ കാണാൻ റൂമിൽ വന്നാ നീ ഉബ്ബോയാണ് നീ? ഞാൻ പറയാം ഇപ്പൊ താഴ്ത്തോട്ട് എന്നെ താഴ്ത്തു കൊണ്ടുപോകാനാണ് ഈ വിളിച്ചെന്ന് തന്നെ അല്ലേ? കണ്ടോ, എന്നെ കൊണ്ടുപോകാനാണ് അവന്റെ ഉദ്ദേശം. അങ്ങനെ ഹോളിലോട്ട് ചെന്നപ്പോൾ എൻ്റെ പൂച്ചക്കുട്ടന്മാരൊക്കെ അവിടെ എവിടെയും കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന് എനിക്ക് ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലുള്ളെങ്കിലും ഇതൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. അങ്ങനെ എല്ലാ പൂച്ചകളെ ഇങ്ങനെ മാറ്റി സ്നേഹത്തോടെ സ്നേഹിച്ചാണ് ഞാൻ ഇവരൊക്കെ മാറ്റുന്നത്. അതിനിടയ്ക്ക് ഡോഗ് വന്ന് അവിടെ കിടക്കുന്നുണ്ട്, അവനിട്ടുള്ള ഞാനിപ്പോൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കണ്ടോ, അവനെ ഞാൻ ഓടിക്കുകയാണ്, പുറത്ത് എന്നൊക്കെ പറഞ്ഞ് ഓടിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനും അവനും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അവൻ എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ പോയാലും ഓടി വരും. നിങ്ങളിപ്പോൾ നേരത്തെ കണ്ടില്ല, അവൻ മുകളിലൊക്കെ വന്നിട്ട് എന്നെ വിളിച്ചു. പിന്നെ ഞാൻ അവിടേക്കൊന്ന് കൊടയാണ് കേട്ടോ. അപ്പോൾ പിന്നെയും അവൻ വന്ന് കിടന്നു. അപ്പോൾ ഞാൻ പിന്നെയും അവനെ വഴക്ക് പറഞ്ഞ് ഓടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഹി വാസ് വെയിറ്റിംഗ് ഔട്ട് സൈഡ്, എന്നെ കാത്ത് നിൽക്കുകയാണ്, എൻ്റെ വിളിക്ക് കാത്തിരിക്കുകയാണ് അകത്ത് കയറാൻ വേണ്ടിയിട്ട്, പാവം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഈ ഒരു സോഫ വിരിയൊക്കെ ഒന്ന് കുടഞ്ഞ്, കാരണം പൂച്ചയൊക്കെ കിടന്നതല്ലേ, സോഫ വിരിയൊക്കെ നല്ല രീതിയിൽ കുടഞ്ഞ് വൃത്തിയാക്കി ഡോഗ്സിനെയൊക്കെ ഒന്ന് പുറത്താക്കി അവിടേക്ക് ഒന്ന് അടിച്ച് വാരുക. അതാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ്. അടിച്ച് വാരിയിട്ട് ഇരുന്നാൽ ഓക്കെ, അതിന് മുന്നേ രാവിലെ വന്ന് റെസ്റ്റ് എടുക്കുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ലിക്വിഡൊക്കെ ഒഴിച്ച് ഡെറ്റോളൊക്കെ ഒഴിച്ച് അത് ഇതുപോലെ വെള്ളമൊക്കെ തളിച്ച് തുടക്കുകയാണ്. തുടക്കൽ മസ്റ്റാണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ 2 നേരമെങ്കിലും തുടക്കാറുണ്ട് കേട്ടോ. വീടിൻ്റെ മുക്കും മൂലയും എല്ലാം നല്ല പുൽത്തൈലൊക്കെ ഇട്ട് ഡെറ്റോളൊക്കെ ഇട്ട് ഞാൻ തുടച്ച് വരികയാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡോഗിനെ കയറ്റിയിരുത്തു കേട്ടോ, അവനെ കയറ്റിയിരുത്തും. പിന്നെ അടുക്കളയിൽ കയറിയപ്പോൾ അവിടെ നിറച്ചും പാത്രങ്ങളായിരുന്നു. ആ പാത്രങ്ങളെല്ലാം കഴുകി വെക്കുകയാണ്, കാരണം അമ്മ വർക്കിന് പോകുമ്പോൾ ധൃതിക്കാണ് പാവം പോകുന്നത്. അപ്പോൾ പാത്രങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. പിന്നെ അതെല്ലാം ഞാൻ കഴുകി വെച്ച് അടുക്കളയ്ക്ക് ഒന്ന് തുടക്കും. തുടച്ചതിന് ശേഷം ഞാനൊരു കട്ടൻ ചായ ഇടും. എന്നിട്ട് എന്താണ് രാവിലെ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ചോറാണ് കഴിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ രാവിലെ വെള്ളയപ്പവും പരിപ്പും ഉണ്ടായിരുന്നു, അപ്പോൾ അതെടുത്തു. പിന്നെ കട്ടൻ ചായയൊക്കെ എടുത്തിട്ട് കഴിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഐറ്റമാണ് കേട്ടോ പരിപ്പ്. പരിപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്. ഞാൻ എവിടെ പരിപാടിക്ക് പോയാലും പരിപ്പുണ്ടെങ്കിൽ ഞാൻ വേറെ ചിക്കൻ ഉണ്ടെങ്കിൽ പോലും ഞാൻ എടുക്കില്ല കേട്ടോ, കാരണം പരിപ്പ് എൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നെ കട്ടൻ ചായ വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരമൊക്കെ ടി വി കാണാനാണ്. ടി വി കണ്ടതിന് ശേഷം പെറ്റ്സിൻ്റെ കൂടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ കേട്ടോ. ഇതാണ് ഇസൊക്കെ ഇങ്ങനെ പുന്നരിപ്പിക്കുന്ന ഇഷ്ടമാണ് കേട്ടോ. വിചാരിച്ചു കേട്ടോ. അപ്പൊ കുളിക്കുന്ന മുന്നേ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തൈര് തേക്കാന്ന് വിചാരിച്ചു. യെസ്, ഹൂസ് ദാറ്റ്? ഓ, പിങ്കി ആണോ? പിങ്കിക്ക് എന്നെ കാണാതിരിക്കാൻ പറ്റില്ല, അപ്പോ തൈര് തേക്കാം. നല്ല കൂളിംഗ് ആണ് കേട്ടോ. ഇത് ഞാൻ ഫേസിന് വേണ്ടി മാത്രം എടുക്കുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൈ ഇടുന്നത്. ഞാൻ എന്റെ ഫേസിന് മാത്രം യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ തൈര് വേറെ ആൾക്കാരൊക്കെ ഇടല് കുറവാണ്. ഞാൻ ഡെയിലി തൈര് ഇടാറുണ്ട്. ഡെയിലി എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴൊക്കെ വീട്ടിലുണ്ട് അപ്പോഴൊക്കെ തൈര് ഇടാറുണ്ട് കേട്ടോ. ചിലപ്പോൾ 2 നേരമൊക്കെ ഇടും. എനിക്ക് ഭയങ്കര എഫക്റ്റിംഗ് ആണ് തൈര് ഇടുന്നത്. ഞാൻ തൈരിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. നല്ല രീതിയിൽ ഡ്രൈ ആവട്ടെ. കുളിക്കാനുള്ള ഉടുപ്പൊക്കെ കൊണ്ട് ടോയ്ലറ്റിൽ വെച്ചിട്ട് വരാം. അപ്പൊ ഗൈസ് ഫുൾ ഉണങ്ങിയിട്ടുണ്ട്, കണ്ടോ? ഈ ബ്ലാങ്ക് ആയ സ്ഥലത്തൊക്കെ ഫുൾ അബ്സോർബ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വാഷ് ചെയ്തിട്ട് പിന്നെ കുളിച്ചിട്ടൊക്കെ വരാം. ഓക്കെ. അപ്പൊ ഗൈസ് കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടി പോവാണ്. ആദ്യം തന്നെ റൗണ്ട് ലാബിന്റെ ടോണർ എടുക്കുന്നുണ്ട്. എനിക്ക് വില്ലേജ് വരെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട്. നമുക്ക് സ്കിൻ കെയർ ചെയ്യാം. ടോണർ ഏകദേശം അബ്സോർബ് ആയി. അപ്പൊ മഡാഗസ്കർ സെന്റല്ലയുടെ ഒരു സെറം എടുക്കുന്നുണ്ട്, ഏകദേശം തീരാറായി. സെറം ഇട്ട് കൊടുക്കാം. നമ്മുടെ സെറോക്ക് അബ്സോർബ് ആയി. അപ്പൊ ഞാൻ കുട്ടിക്കുറയുടെ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ലിപ് ലൈനർ എടുക്കുന്നുണ്ട്, ലിപ്സ്റ്റിക് എടുക്കുന്നുണ്ട്. കണ്ണ് എഴുതണമെന്ന് ഞാൻ ആലോചിക്കുന്നത്. വില്ലേജ് ഓഫീസ് വരെ
പോവാണ്. കണ്ണൊന്നും ഇടണില്ല, ഇപ്പൊ തന്നെ വരാനുള്ളതുകൊണ്ട്. മുടി ചെറുതായിട്ടൊന്ന് ഉണക്കിയിട്ട് നമുക്ക് വേഗം തന്നെ പോവാം. ബാഗ് എടുക്കുന്നുണ്ട്, പോയിട്ട് വരാം. ഉച്ചക്കത്തേക്ക് ഞാൻ കുറച്ച് ചെമ്മീൻ എടുത്ത് വെള്ളത്തിൽ ഇടുന്നുണ്ട്. അപ്പൊ നമുക്ക് വരുമ്പോഴേക്കും ചെമ്മീൻ ഒലത്തി കഴിക്കാലോ. പോകുന്നതിന് മുന്നേ താക്കോൽ എടുക്കണം. അച്ഛാ ബായ്, പോയിട്ട് വരാം. പിങ്കി ബായ്. യാത്ര പറയാൻ ഇവിടെ രണ്ടുപേരേ ഉള്ളൂ. നമുക്ക് വില്ലേജ് ഓഫീസിൽ പോയിട്ട് വരാം. അങ്ങനെ വില്ലേജ് എത്തിയിട്ട് കാര്യപരിപാടികളൊക്കെ എനിക്ക് അച്ഛൻ്റെ മരണ സർട്ടിഫിക്കറ്റോ എന്തോ കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അതെല്ലാം ചെയ്തിട്ട് ഞാൻ 20 രൂപയ്ക്ക് അച്ചിങ് അവിടെ നിന്ന് വാങ്ങുന്നുണ്ട് കേട്ടോ വീട്ടിലോട്ട്. നമ്മൾ വാങ്ങിച്ചുകൊണ്ടുവന്ന അച്ചിങ് നമുക്ക് ചെറുതായിട്ട്, അതായത് ഇപ്പം എനിക്ക് കഴിക്കാനുള്ള ഒരു ഒലത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഒരു ഇച്ചിരി, ഒരു കുറച്ചുള്ളൂ എനിക്ക് വേണ്ടി ഇപ്പം കഴിക്കാൻ വേണ്ടി ചെയ്യാമെന്ന് ഓർത്തു. എന്നിട്ട് നമുക്ക് വാഷ് ചെയ്യാം. ആദ്യം നമുക്ക് ഇങ്ങനെ ഒടിച്ചെടുക്കാം, എന്നിട്ട് നമുക്ക് വാഷ് ചെയ്യാം. ഓൾറെഡി ചെമ്മീൻ നമ്മൾ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ചിങ്ങൻ ചെമ്മീനും ഒലത്താമെന്ന് വിചാരിച്ചു. എൻ്റെ വീട്ടിൽ കുറേ ചെമ്മീൻ എപ്പോഴും ഉണ്ടാവട്ടെ, ഞാൻ ചെമ്മീൻ്റെ ആളാണ്. അപ്പോൾ എന്ത് പച്ചക്കറിയിലും എനിക്ക് തോന്നുന്നു ബീട്രൂട്ട് ഒഴിച്ച് മിക്ക പച്ചക്കറിയിലും നമ്മൾ ചെമ്മീൻ, ബീട്രൂട്ട് ക്യാബേജ് ഒഴിച്ച് മിക്ക പച്ചക്കറിയിലും ചെമ്മീൻ ഇടാറുണ്ട് കേട്ടോ. ഒടിച്ച അച്ചിങ്ങ നല്ല രീതിക്ക് ഇതുപോലെ വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. എനിക്ക് അച്ചിങ്ങ ചെമ്മീനൊക്കെ ഭയങ്കര ജീവനാണ്. ഇവിടെ എപ്പോഴും ചെമ്മീൻ ഉണ്ടാവും കേട്ടോ വീട്ടിൽ. അപ്പോൾ നമ്മൾ ഉള്ളി എടുക്കുകയാണ്. ഉള്ളി ചെറുതായിട്ടൊരു 4-5 ഉള്ളി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഉള്ളി നല്ല രീതിക്ക് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഉണക്കമുളക് എടുക്കുന്നുണ്ട്. then നമ്മൾ ഈ വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. വെളുത്തുള്ളി അങ്ങനെ അരിയൊന്നും വേണ്ട കേട്ടോ. ഉണക്കമുളക് ഞാനൊരു 3-4 എടുക്കുന്നുണ്ട്, കാരണം ഇടിച്ചമുളകായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് കുറച്ച് അധികം എടുക്കുന്നുണ്ട്. എന്നിട്ട് ഉള്ളിയും നമ്മൾ ഉണക്കമുളകും നല്ല രീതിക്ക് ചതച്ചെടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഞാൻ ചതക്കുന്നില്ല, കാരണം ഇതുപോലെ ഉള്ളിമുളക് പോലെ നമ്മൾ ചതച്ചെടുക്കണം കേട്ടോ. അച്ചിങ്ങൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ചട്ടി ഞാൻ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരുപാടില്ല, ഒരു ഇച്ചിരി ഉള്ളൂ കേട്ടോ. എനിക്ക് എപ്പോഴും കറിയിൽ ചെമ്മീൻ മുന്നിട്ട് വെക്കണം. അപ്പം ഞാൻ ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുക്കാം, മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം, വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് വേവണ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വേവട്ടെ, നമുക്ക് അടച്ചു വെക്കാം. നമ്മുടെ അച്ചിങ്ങ വേവുന്ന ടൈം കൊണ്ട് നമുക്ക് ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇതൊക്കെ തന്നെയാണ് ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ. അച്ചിങ്ങ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഈ ചട്ടി തന്നെയാണ് നമ്മൾ ഉപ്പുമുളക് ഇടിക്കുന്നത് കേട്ടോ. ഉണ്ട് ഒരു ബൗളിലോട്ട് ഓയിൽ തിളച്ച എണ്ണയിലോട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഉള്ളിമുളകില്ലേ അതിട്ട് കൊടുക്കാം. ഞാനിങ്ങനെ ആയിട്ട് ഉണ്ടാക്കുന്നത്, പലവരും പല രീതിക്കായിരിക്കും. എനിക്ക് ഇങ്ങനെ വെക്കാനാണ് ഇഷ്ടം കേട്ടോ. ഈ മുളകൊക്കെ ഇങ്ങനെ എടുത്ത് കാണണം എനിക്ക്. ഞാൻ ഉപ്പ് ഇടുന്നില്ല, വേറൊന്നുമല്ല, അച്ഛനൊക്കെ ഒരു ഇച്ചിരി ഉപ്പ് മുന്നിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിലങ്ങ് ടാലിയായി പോയിക്കോളും. കരിക്കരുത്. അപ്പോൾ അതാ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചിങ്ങ ഇട്ട് കൊടുക്കാം. കണ്ട ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ എടുത്തിട്ട് അതൊന്നിങ്ങനെ ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട്. സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പൊ സംഭവം സെറ്റായി, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. അതുപോലെ നമുക്ക് മൂടി വെക്കാം. എല്ലാം കുക്ക് ചെയ്തുകൊണ്ട് ഇപ്പൊ എടുത്ത പാത്രങ്ങളൊക്കെ സ്പോട്ടിൽ ക്ലീൻ ചെയ്ത് വെക്കും. യെസ്, അപ്പോൾ എടുത്ത പാത്രങ്ങളെല്ലാം കഴുകി വെക്കുന്നൊരു സ്വഭാവം, അതായത് കൂട്ടിയിട്ട് കഴുകുകയല്ല, അപ്പം തന്നെ കഴുകുന്നൊരു സ്വഭാവം എനിക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്കിങ്ങനെ സിങ്ക് നിറഞ്ഞിരിക്കുന്നതെന്ന് എനിക്കിഷ്ടമല്ല. അപ്പോൾ സിങ്കൊക്കെ ഒന്ന് കാലിയായിട്ടിരിക്കണം. പിന്നെ അവിടെയൊക്കെ എപ്പോഴും ഇങ്ങനെ തോർത്ത് വെച്ചൊക്കെ ക്ലീൻ ചെയ്യണം കേട്ടോ. അതെനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാം. നമ്മുടെ അച്ചിങ്ങയൊക്കെ കൂട്ടി നമുക്കൊരു പിടി പിടിക്കാം. കമോൺ. രാവിലത്തെ പരിപ്പ് എടുക്കുന്നുണ്ട്. ഇപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് ചോറിന്ന് നമ്മൾ കഴിക്കാൻ പോകും. അപ്പൊ നമുക്ക് അച്ചിങ്ങയുടെ ടേസ്റ്റ് നോക്കാം. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയണല്ല, എങ്ങനെയാന്ന് നോക്കാം. സൂപ്പറാ.
കണ്ടോ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിച്ച പാത്രമൊക്കെ സ്പോട്ടിൽ ഞാൻ കഴുകി വെക്കുകയാണ്. അതിങ്ങനെ അവിടെ കിടന്ന് ഉണങ്ങുന്നതെന്ന് എനിക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴുകി ക്ലീൻ ചെയ്യാണ്. ഒറ്റയ്ക്കുള്ളപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ബോറടി കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. വർക്കൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ശരിക്കും നല്ല രീതിക്ക് ബോറിംഗ് ആണ്. 4 മണിയായിട്ടുണ്ടാവും. നമുക്ക് നമ്മുടെ പൂന്തോട്ടത്തിൽ നമ്മുടെ ചെടിയിലൊക്കെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. കമോൺ, ഒരു ദിവസം ഹോം ടൂർ ചെയ്യാട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ. ഞങ്ങളുടെ ബോഗൻവില്ല കണ്ടോ, കൊറേ ഉണ്ട്, നല്ലോണം പടർന്നു വന്നിട്ടുണ്ട്. ഒരു പോലെ വന്നാൽ നല്ല രസം ഉണ്ടാവും. വീട്ടിലുള്ളപ്പോൾ ആകെയുള്ള സന്തോഷം ഈ ചെടികളിൽ വെള്ളം ഒഴിക്കാനും ഈ ചെടികളൊക്കെ കാണാനും ആണ് കേട്ടോ. ഈ ബാൽക്കണി വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഇഷ്ടമാണ്. അവിടുത്തെ കാറ്റും പിന്നെ ഈ ചെടികളുടെ ഭംഗിയൊക്കെ കാണാൻ നല്ല രസമാണ്. ഈ ഒരു ബോഗൻവില്ല നല്ല രീതിക്ക് ഇങ്ങനെ പൂവായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഈ ബാൽക്കണിലൊക്കെ പോയി നിൽക്കുന്ന വ്യൂ ഒക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ പെറ്റ്സിന് തീറ്റ കൊടുക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. ഞാൻ ഈ ഡ്രൈ ഫുഡും അല്ലാതെ ഫിഷൊക്കെ രാവിലെ അമ്മ കൊടുത്തിട്ടാണ് പോയത്. അതുകൊണ്ട് ഫിഷൊന്നും കണ്ടില്ല. ഡ്രൈ ഫുഡ് കൊടുക്കും കേട്ടോ. അവിടേക്കൊന്ന് ക്ലീൻ ചെയ്ത് ഡ്രൈ ഫുഡ് എടുക്കുമ്പോൾ തന്നെ ആൾക്കാരൊക്കെ ചാടി കയറുണ്ട്. പിന്നെ അവനെയൊക്കെ തട്ടി താഴ്ത്താക്കും. എന്നിട്ട് അവിടെയൊക്കെ ഡ്രൈ ഫുഡ് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ അവർ കഴിച്ചോളും, എല്ലാവരും കഴിച്ചോളും. പേർഷ്യൻകാരനും കൊണ്ടേ കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ അച്ചിങ്ങൊക്കെ വെച്ച് ചട്ടി ഞാൻ കഴുകുകയാണ്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താണോ ഫുൾ ടൈം ക്ലീനിങ് ആണല്ലോ. ഇത് ക്ലീനിങ് ഒന്നും അല്ലാട്ടോ, ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ്. പുറമേ കാണുന്നവർക്ക് വേണമെങ്കിൽ മനസ്സിലാവണം എന്നില്ല കേട്ടോ. വീട്ടിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ വീട്ടിൽ എന്തോരം പണികളുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഒന്നുമില്ല, ബേസിക് കാര്യങ്ങൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ പാത്രം ആയിക്കോട്ടെ, നമ്മൾ ഉണ്ടാക്കുന്ന പാത്രം ആയിക്കോട്ടെ, അതൊക്കെ ഒന്ന് കഴുകി വെച്ച് വീടൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ളത് എനിക്ക് ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്കിങ്ങനെ വെറുതെ ഇരിക്കുന്ന ഇഷ്ടമല്ല, എപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കണം കണ്ടോ. അപ്പോൾ ഞാൻ എഗെയിൻ അടിച്ചൊരു തുടക്കമാണ്. കാരണം വീട്ടിൽ പെറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഈ രോമമൊക്കെ വരാതിരിക്കാനാണ് കേട്ടോ. ദെൻ നമ്മൾ കട്ടൻ ചായ കുടിക്കുകയാണ്. വൈകുന്നേരം ഒരു കട്ടൻ ചായ കുടിക്കുക എന്നുള്ളത് പതിവാണ്. കട്ടൻ ചായ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ. ഇടയ്ക്കിടയ്ക്ക് കട്ടൻ ചായ കുടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പിന്നെ ഈ ഒരു ബണ്ണും കൂട്ടി ഞാൻ കുടിക്കുകയാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവിടെയൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ അടുക്കളയൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം എൻ്റെ പൂച്ചക്കുട്ടികളെയാണ് കാണിച്ചു തരുന്നത്. ഇതൊന്നും അല്ലാത്ത വേറെ പേർഷ്യൻ കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവന്മാരാണ് കുരുത്തം കെട്ട ആൾക്കാരെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കുറച്ച് നേരമൊക്കെ നമ്മൾ TV കാണുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, എനിക്കൊന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ പോകേണ്ട ആവശ്യമുണ്ട്, ഒന്ന് പിക്ക് ചെയ്യാൻ പോകേണ്ട ആവശ്യമുണ്ട്. ഞാൻ റെഡി ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് 7 മണിക്കുള്ളിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. പോയിട്ട് വേണം. കമോൺ. ഓക്കെ, നമ്മൾ പിക്ക് ചെയ്തു. ഫുഡ് കഴിക്കാൻ പോവാ അല്ലേ? ഖാന ഓക്കെടാ. നമ്മളെന്തെങ്കിലും എപ്പോഴും ഇവിടെ വന്നിട്ട് കഴിക്കുന്നത് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെയാണ്. പക്ഷെ ഇപ്രാവശ്യം എന്താ വെറൈറ്റി ആയിട്ട് എന്താ അവനെ പിക്ക് ചെയ്ത സ്ഥിതിക്ക് പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചിട്ട്. അപ്പോൾ അമേരിക്കൻ ചോപ്സിയോ എന്തോ സംഭവമാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എനിക്ക് തീരെ ഇഷ്ടമായില്ല കേട്ടോ. നമ്മുടെ മിക്സറൊക്കെ മിക്സറിൽ സോസ് ഇട്ട് മിക്സ് ചെയ്ത പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഡിന്നർ അതായതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ വീടെത്തിയപ്പോഴേക്കും നല്ല സ്ലീപ്പിയാണ് കേട്ടോ. ഒരു 9:30-10 മണിയാകുമ്പോൾ തന്നെ എനിക്ക് ഉറക്കം വരും. പിന്നെ ഞാൻ റൂമൊക്കെ ചെന്ന് അവിടെയൊക്കെ ബെഡൊക്കെ ഒന്ന് വിരിച്ചിടും. അവിടുത്തെ ബാഗും കാര്യങ്ങളൊക്കെ ഒതുക്കി വെക്കും. അതിനുശേഷം നമ്മൾ മുടി നല്ല രീതിയിൽ പിന്നിട്ട് കെട്ടും. പിന്നിട്ട് കെട്ടിയതിന് ശേഷം സ്കിൻ കെയർ ആണ്. അപ്പോൾ രാത്രി ഞാനൊരു സ്നെയിലിൻ്റെ സെറം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സെറം ഞാൻ ഫേസിലിടാണ് കേട്ടോ. എൻ്റെ പൊന്നോ, ഞാൻ നല്ല സ്ലീപ്പിയാണേ. അപ്പോൾ ഗൈസ്, ഇതൊക്കെ തന്നെയാണ് എൻ്റെ എല്ലാ ദിവസവും നടക്കുന്ന ഒരു പ്രോസസ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സോ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എന്തായാലും ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ബൈ.